അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള താത്തമാരൊക്കെയാണ് കാര്യമായിട്ട് ഇത് ഉണ്ടാക്കുക. അരിച്ചെടുത്തിട്ടുള്ള പുളിവെള്ളത്തിന് ഇതാ നമ്മൾ ഇതേപോലെ ഒരു ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. 2 തണ്ട് കറിവേപ്പില തണ്ടോട് കൂടി ഇട്ട് കൊടുക്കുക. പുളിയിൽ ഉപ്പുള്ളത് കൊണ്ട് പുളിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചു കൊടുക്കണം. എൻ്റെ ഒരു കൈപ്പിടിയോളം ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട്. ആ പച്ചരി നന്നായിട്ട് കുതിർത്തി അരച്ചെടുത്തതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പുളിവെള്ളം നന്നായിട്ട് തിളച്ചു. പച്ചരി നന്നായിട്ട് അരച്ച് വെച്ചത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസ് പരിവാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി ഇതും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. തിളച്ച് നിൽക്കുന്ന ഈ ഒരു സംഭവത്തേക്ക് ഇനി നമുക്ക് ഒരു അരപ്പൊഴിച്ചെടുക്കാണ്ട്. അരപ്പിക്ക് അരമുറി തേങ്ങയില് 5 അല്ലി ചെറിയ ഉള്ളിയും 10 അല്ലി വെളുത്തുള്ളിയും 1 സ്പൂൺ നല്ല ജീരകം കൂടി കൂട്ടി നന്നായിട്ട് അരച്ചെടുത്ത ആ അരപ്പാണ് ഒഴിക്കണേ. ഇനി വെള്ളത്തിന്റെ അളവൊക്കെ നോക്കിയിട്ട് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാട്ടോ. അപ്പൊ അത് നന്നായിട്ട് തിളച്ച് മറിയണുണ്ട് കേട്ടോ. വാങ്ങി വെക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കുക. കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മുരിയുമ്പോൾ നമുക്ക് ഈ ഒരു മോര് കാച്ചിയയിലേക്കാണ്ട് ഒഴിച്ചെടുക്കാം. അപ്പൊ ഇതാണ് മോര് കാച്ചിയത്. മോരില്ലാതെ തൈരൊന്നും ഇല്ലാതെ മോര് കാച്ചിയത്.